C4 ചാലഞ്ചസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക യാത്രകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകളാണ്. അതിനെയൊക്കെ കാറ്റഗറി വൈസായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ പ്ലേലിസ്റ്റുകളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിനെ കുറിച്ചാണ്. അതായത് നമ്മൾ യാത്രകളിൽ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കാറുണ്ട്. ഈ ഫോട്ടോസിനെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ള വീഡിയോകളാണ് ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ യാത്രകളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ടൂ വീലേഴ്സിന്. അപ്പോൾ ഈ ടൂ വീലേഴ്സിന് വരാവുന്ന പണികളും അതേപോലെ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഇതിൻ്റെ സർവീസ് ആൻഡ് മെയിൻ്റെനൻസ് വർക്കുകൾ നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസുകൾ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ വീഡിയോ ആണ്. വരുന്ന വീഡിയോകളെല്ലാം ഈ ചാനലിൽ എല്ലാ വീഡിയോസുകളും പ്ലേലിസ്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നത് ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്താണ് ഇപ്പോൾ ഈ വണ്ടിയുടെ കുഴപ്പമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതായത് സ്പീഡോമീറ്ററിലോട്ട് വരുന്ന കേബിൾ ഉള്ളിൽ വെച്ച് കട്ടായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഈ കേബിൾ റീപ്ലേസ് ചെയ്തവർ ചുരുക്കമായിരിക്കും. ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ഒന്നും കാര്യമില്ല. ഈ വണ്ടിയുടെ കൂടെ വരുന്ന ടൂൾ കിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വർക്ക് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളുടെ വണ്ടി ഏതാണോ, ഏത് വണ്ടിയായിരുന്നാലും ഫ്രണ്ട് വിസർ, ഈ ഹെഡ് ലാമ്പ് അടങ്ങുന്ന യൂണിറ്റ് നമ്മൾക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വണ്ടിയുടെ ഏകദേശം ഒരു 4ഓളം സ്ക്രൂകൾ സൈഡിലും താഴേക്കായിട്ട് ഒരു 4ഓളം സ്ക്രൂകളുണ്ട്. ഇത് റിമൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഹെഡ് ലാമ്പ് നമ്മൾക്ക് ഇവിടുന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ ഹെഡ് ലാമ്പ് അസംബ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മീറ്ററിൽ കണക്റ്റ് ആയിരിക്കുന്ന കേബിള് ഇടത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് ലൂസ് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവിടെ ഒരു ലോക്കുണ്ട്, അത് ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കേബിള് പുറകിലോട്ട് മെല്ലെ ഷേക്ക് ചെയ്ത് വലിച്ചാൽ മതി. അത് വളരെ പെട്ടെന്ന് റിമൂവായി വരുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. നിങ്ങളുടെ വണ്ടി വേറെ വണ്ടികളൊക്കെ ആണെങ്കിൽ നട്ട് ബോൾട്ടൊക്കെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പഴയ കേബിൾ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഞാൻ പുതിയ കേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ സപ്പോർട്ടിംഗ് ഹോൾഡറിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം സെൻറ്ററിലെ കേബിൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് ആ ലോക്കിന് മാച്ച് ആകുന്ന രീതിയിൽ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് അവിടെ ലോക്കാകുന്നതായിരിക്കും. അത് വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ ലോക്കായിട്ടുണ്ട്. അതിനുശേഷം മുകൾ ഭാഗത്ത് വരിക. തുരുമ്പൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കുറച്ച് WD-40 അടിച്ചു കൊടുക്കുക. കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. അതിനുശേഷം കേബിളിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള കേബിൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത ശേഷം അതിൻ്റെ ലോക്കിംഗ് അസംബ്ലി വലത് ഭാഗത്തേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ കേബിൾ ഫിറ്റ് ചെയ്ത ശേഷം ഹെഡ് ലാമ്പ് അസംബ്ലി ഫിക്സ് ചെയ്യാം. നിങ്ങൾക്കിത് അഴിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫോട്ടോസുകൾ എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ വീഡിയോസുകളൊക്കെ എടുത്തു വയ്ക്കുക. അതിനുശേഷം ഫിറ്റ് ചെയ്യുമ്പോൾ അത് നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്ത് വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പുതിയ കേബിൾ ഫിറ്റ് ചെയ്തു, വണ്ടിയുടെ ഫ്രണ്ട്
ക്ലോസ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ സ്പീഡോമീറ്ററും അതേപോലെ തന്നെ ഓഡോമീറ്ററും കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതെങ്കിലും ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾ ചെയ്യുക എന്നല്ല, ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വണ്ടിയുടെ റിപ്പയർ ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ഈ പ്ലേലിസ്റ്റുകളിൽ നിങ്ങൾക്ക് അടുത്തായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകളുണ്ട്, അതുപ്രകാരം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കേണ്ട.